ഗസയിലെ യുദ്ധഭൂമിയിൽ നിന്നുയരുന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ ഇസ്രായേൽ സൈന്യത്തിന്റെ ഉള്ളിൽ നടക്കുന്ന മാനസിക സംഘർഷങ്ങളും ധാർമ്മിക സംഘർഷങ്ങളും കൂടിയാണ് വെളിവാക്കുന്നത്. പ്രമുഖ ഇസ്രായേൽ മാധ്യമമായ ഹാരിസിന്റെ അന്വേഷണ റിപ്പോർട്ട് ഗസയിലെ കൂട്ടക്കുരുതികളിൽ പങ്കാളികളായ സൈനികരുടെ അനുഭവങ്ങളാണ് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. ഈ റിപ്പോർട്ട് യുദ്ധത്തിന്റെ ക്രൂരതയും അതിന്റെ മാനസിക ആഘാതവും വിവരിക്കുന്നുണ്ട്. ഭീകരന്മാർ എന്നൊരു സൈനികൻ ഉറക്കെ അലറിയതോടെ ഞങ്ങൾ എല്ലാവരും തോക്കുകൾ കയ്യിലെടുത്ത് വെടിയുതിർത്തു. ബെയ്ത്ലാഹിയയിലെ ആ രാത്രിയിൽ ഞാൻ ഉൾപ്പെടെ എല്ലാവരും മുന്നോട്ട് നീങ്ങി. പക്ഷേ ഞെട്ടലോടെ ഞങ്ങൾ കണ്ടത് ഒരു ഭീകരവാദിയുടെയും അടയാളമല്ല, പകരം 8ഉം 10ഉം വയസ്സുള്ള 2 കുഞ്ഞുങ്ങളുടെ മൃതശരീരങ്ങളാണ്. അതും രക്തത്തിൽ കുളിച്ച് വെടിയുണ്ടകളുടെ അടയാളങ്ങളൊക്കെ നിറഞ്ഞ്. ഞാൻ ഛർദ്ദിക്കാൻ തുടങ്ങി. ഞാൻ ചെയ്തതാണോ ഇതെന്ന് എനിക്ക് വിശ്വസിക്കാനായില്ല. യോനി എന്ന സൈനികൻ വിവരിക്കുകയാണിത്. കമ്പനി കമാൻഡർ എത്തി ഒരു മനുഷ്യത്വവും കൂടാതെ പറഞ്ഞു, ഇത് അവരുടെ തെറ്റാണ്. ഭീകരരെ വകവരുത്താൻ പ്രഖ്യാപിച്ച മേഖലയിലേക്കാണ് അവർ കടന്നു വന്നത്. യോനിയെ ഈ വാക്കുകൾ തകർത്തു എന്നാണ് അയാൾ പറയുന്നത്. ആ രാത്രി തന്നെ അയാൾ മാനസികാരോഗ്യ വിദഗ്ധനെ കാണണമെന്നും ആവശ്യപ്പെട്ടു. ഹാരിസിന്റെ റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നത് ഗസയിലെ യുദ്ധത്തിൽ പങ്കെടുത്ത IDF അംഗങ്ങളിൽ പലരും കടുത്ത മാനസിക പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുവെന്നാണ്. യോനിയെപ്പോലെ നിരവധി സൈനികർ കുറ്റബോധവും ധാർമ്മിക മുറിവുകളും അനുഭവിക്കുന്നു എന്നും റിപ്പോർട്ട് പറയുന്നു. ആ കുട്ടികളുടെ മുഖങ്ങൾ എൻ്റെ മനസ്സിൽ നിന്നും മായുന്നില്ല. ഞാൻ വെടിവെച്ചത് ഒരിക്കലും മറക്കാൻ കഴിയില്ല, അങ്ങനെയാണ് യോനി പറയുന്നത്. ഡോക്ടർമാർ ഈ അവസ്ഥയെ മനസാക്ഷിക്ക് വിരുദ്ധമായ പ്രവർത്തികൾ ചെയ്യേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന മാനസിക സംഘർഷം എന്നാണ് പറയുന്നത്. ഈ സംഭവത്തിന് ശേഷം യോനിയെ യുദ്ധമേഖലയിൽ നിന്ന് സപ്പോർട്ട് റോളിലേക്ക് മാറ്റി. എന്നിട്ടും ആ ദൃശ്യങ്ങൾ അയാളെ വേട്ടയാടുന്നുണ്ട് പോലും. എൻ്റെ കണ്ണുകൾക്ക് മുന്നിൽ ആ കുട്ടികളുടെ മുഖങ്ങൾ മിന്നി മറയുന്നു. ഒരിക്കലും മറക്കാൻ കഴിയുന്നില്ല, അങ്ങനെയാണ് അയാൾ ആ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഗസയിലെ സഹായ കേന്ദ്രങ്ങളിൽ സാധാരണക്കാരെ വെടിവെച്ച് കൊല്ലുന്നതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. ഒരു നിശ്ചിത പോയിന്റിനപ്പുറം കടക്കുന്നവരെ വെടിവെക്കാനാണ് ഉത്തരവ്. നാട്ടുകാർ ഭക്ഷണപ്പൊതി തേടി തിരക്ക് കൂട്ടുന്നു. അവർ ആ പോയിന്റ് ശ്രദ്ധിക്കാറില്ല. പക്ഷേ ഞങ്ങൾക്ക് ഉത്തരവ് വന്നാൽ വെടിവെക്കണം, ഒരു സൈനികൻ വെളിപ്പെടുത്തി. ഇത് എലിയും പൂച്ചയും പോലെ ഒരു കളി പോലെയാണ്. ഞാൻ എത്ര പേര് വെടിവെച്ചിട്ടുണ്ടെന്ന് എനിക്ക് കണക്കില്ല, കുട്ടികളും അതിൽ ഉൾപ്പെടുന്നു. ബെന്നി എന്ന സൈനികൻ തുറന്നു പറഞ്ഞതാണിത്. ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിൻ്റെ റിപ്പോർട്ട് പ്രകാരം 2025 മെയ് 27 മുതൽ ജൂലൈ 31 വരെ ഗസയിലെ GHF സഹായ സെൻ്ററുകളിൽ 859 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു. ഭൂരിഭാഗവും ഇസ്രായേൽ സൈന്യത്തിൻ്റെ വെടിവെപ്പിലാണ്. ഭക്ഷണ കൺവോയ് റൂട്ടുകളിൽ 514 പേർ കൂടി മരിച്ചു. ഈ സൈറ്റുകളെ UN ഉദ്യോഗസ്ഥർ കൂട്ടമരണ കെണികൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഞാൻ കുട്ടികളെ വെടിവെച്ചിട്ടുണ്ട്, എൻ്റെ മനസ്സ് അത് അംഗീകരിക്കുന്നില്ല, പക്ഷേ ഉത്തരവ് പാലിക്കാതിരിക്കാനും വയ്യ, ബെന്നി എന്ന സൈനികൻ വെളിപ്പെടുത്തുന്നു. ഓഫീസർമാരെ അലറും, വീത്തു, അവർക്കത് കുട്ടികളോ സ്ത്രീകളോ എന്നതൊന്നും പ്രശ്നമല്ല, ഞങ്ങൾ അവർക്ക് വെറും ഉപകരണങ്ങൾ മാത്രമാണ്. ഗസയിൽ നിന്ന് തിരിച്ചെത്തിയ ബെന്നി മരണത്തെക്കുറിച്ചുള്ള ചിന്തകളാൽ വേട്ടയാടപ്പെടുകയാണ്. എന്തെങ്കിലും ദുർഗന്ധം കിട്ടിയാൽ ശവശരീരങ്ങളാണ് ഓർമ്മ വരുന്നത്. രാത്രി ഞെട്ടി ഉണരുമത്രേ. ഒരിക്കൽ സ്വന്തം കുടുംബത്തെ കൊല്ലുന്നത് പോലും സ്വപ്നം കണ്ടു. അയാൾ പറയുന്നു, ഞങ്ങൾ സഹോദരങ്ങൾക്ക് സുരക്ഷ നൽകാൻ ചേർന്നവരാണ്, പക്ഷേ ഇത് തെറ്റായിപ്പോയി. ഇപ്പോൾ സൈന്യവും സർക്കാരും വിശ്വാസമില്ല, എനിക്ക് ജീവിതം തന്നെ വേണ്ട, ബെന്നി കൂട്ടിച്ചേർക്കുകയാണ്. അഹ്റോൻ എന്ന സൈനികൻ്റെ അനുഭവം സമാനമാണ്. ഗസ ഓപ്പറേഷനിൽ നിന്ന് ഇടവേളക്കായി ജെറുസലേമിലെ വീട്ടിലെത്തിയ അവൻ ദിവസങ്ങളോളം മുറിയിൽ അടച്ചിരുന്നു. ഭക്ഷണം കഴിക്കാൻ മാത്രമേ പുറത്തിറങ്ങിയിരുന്നുള്ളൂ. കുട്ടികളുടെ കരച്ചിൽ കേട്ടാൽ, സ്ഫോടന ശബ്ദം കേട്ടാൽ അയാൾ ഭയന്നു പോകുമത്രേ. അയാൾ പറയുന്നു, തിരിച്ചെത്തിയപ്പോൾ സൈക്കോളജിസ്റ്റിനെ കാണണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും കൂടെയുള്ള കമാൻഡേഴ്സ് എന്നെ പരിഹസിച്ചു. നിനക്ക് ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവായി പോകണോ, ഇസ്രായേലിനെ വഞ്ചിക്കുകയാണോ എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത്. ഒരു സ്ഫോടന ശബ്ദത്തിൻ്റെ ഭയത്തിൽ അഹ്റോൻ പാലസിൽ മൂത്രമൊഴിച്ചു പോയ അനുഭവം പോലും പറയുന്നുണ്ട്. ഒടുവിൽ ഞാൻ കരഞ്ഞ മേധാവിയുടെ കാല് പിടിച്ചാണ് ഗസയിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇസ്രായേൽ മാൻ പവർ വകുപ്പിൻ്റെ കണക്കുകൾ പ്രകാരം ആയിരക്കണക്കിന് സൈനികർ മാനസിക പ്രശ്നങ്ങളെ തുടർന്ന് സേവനം ഉപേക്ഷിക്കും. എന്നാൽ ഹാരിസിനോട് സൈനികർ വെളിപ്പെടുത്തിയത് ഔദ്യോഗിക കണക്കുകൾ യഥാർത്ഥ സ്ഥിതി മറച്ചുവെക്കുന്നുവെന്നാണ്. എൻ്റെ യൂണിറ്റിൽ മാത്രം ഡസൻ കണക്കിന് ആളുകൾ സർവീസ് വിട്ടു. ഒരു സൈനികൻ പറയുന്നു, മാനസികമായി തകർന്നവർ ദിവസവും ട്രാൻസ്ഫർ ആവശ്യപ്പെടുന്നു. ഗസ ഓപ്പറേഷനിൽ പങ്കെടുക്കാൻ വിസമ്മതിക്കുന്നവരെ ജയിലിൽ അടയ്ക്കുന്നതും വ്യാപകമാണ്. ഹാരിസിന്റെ റിപ്പോർട്ട് പ്രകാരം 23 സ്ഥിരം സൈനികർ ഇത്തരത്തിൽ ശിക്ഷിക്കപ്പെട്ടു. ജയിൽ ഭയന്ന് പലരും ഗസയിൽ തുടരുകയാണ്, പക്ഷേ അവരുള്ളിൽ തകർന്നിരിക്കുന്നു അത്രേ. Waytonikah.com, the exclusive Muslim matrimonial site.